ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് ഒരു സ്പെഷ്യൽ ഫിഷ് റെസിപ്പിയാണ് ഞാൻ ഇന്നത്തെ വ്ളോഗ്. കാരണം ദിസ് ഹാസ് ബീൻ മൈ ഫേവറേറ്റ് എവറി ടൈം അൺടിൽ നൗ. എനിക്കിപ്പോൾ ഈ വയസ്സ് 28 ആണെങ്കിൽ ഇനിയുള്ള കാലം ഇത്രയും കാലം എൻ്റെ കോൺസ്റ്റൻറ്റ് ഫേവറേറ്റ് ഒരു ഫിഷ് കറി എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ദിസ് ഫിഷ് കറി. അതാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ജർമ്മനിയിൽ വന്നിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഫിഷ് മേടിച്ചിട്ട് കുക്ക് ചെയ്യുന്നത്. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രോസൺ ഫിഷ് അവൈലബിൾ ആണെന്ന് അറിയെങ്കിലും ഞാൻ ഇത്ര അഫോർഡബിൾ റേറ്റിൽ കിട്ടുമെന്ന് എനിക്കറിയില്ലായിരുന്നു അൺടിൽ ഐ സോ ആൻഡ് ബോട്ട് ദിസ് ഫിഷ്. ഈ ഫിഷിൻ്റെ പേര് പാങ്കാസിയോസ് എന്നാണ്. അതിനെങ്ങനെ നല്ല മീറ്റി ആയിട്ടുള്ള ഫിഷ് ഇഷ്ടമുള്ളവർക്ക്, നല്ല ദശയും നല്ല തിക്ക് ഫിഷ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഫിഷ് ഇഷ്ടപ്പെടും. കാരണം ഈ ഫിഷിനൊരു നെയ്യൊക്കെ ഉണ്ട്. എനിക്ക് അതിൻ്റെ ആ നെയ്യിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫിഷാണ്. സോ ഇഫ് യു ലൈക്ക് ഫിഷസ് യു ക്യാൻ ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്. ഇത് നമ്മൾ ഇവിടെ ജർമ്മൻ സൂപ്പർ മാർക്കറ്റ്സിൽ ചിക്കൻ 1 kg മേടിക്കുന്ന അതേ പ്രൈസേ ഉള്ളൂ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റ് 1 kgക്ക് ഈ ഫിഷും മേടിക്കുന്നത്. സോ ബേസിക്കലി ഇതൊരു എക്സ്പെൻസീവ് ഓപ്ഷൻ പോലും അല്ല. സോ ഇതിൻ്റെ റെസിപ്പി പറയുകയാണെങ്കിൽ ഓൾ വി നീഡ് ഇസ് അനിയൻ, ജിഞ്ചർ ഗാർലിക്, ടൊമാറ്റോസ് ആൻഡ് ഗ്രീൻ ചില്ലീസ്. ഇതാണ് വേണ്ട ഇൻഗ്രീഡിയൻസ്. സോ ഫ്രോസൺ ഫിഷ് ആയതുകൊണ്ട് അത് മുറിക്കാൻ നല്ല പാടാണ്. ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചു, ബട്ട് സ്റ്റിൽ അത് നല്ല തണുത്തിരിക്കുന്നതുകൊണ്ട് എനിക്കാണെങ്കിൽ പെട്ടെന്ന് കറി ഉണ്ടാക്കുകയും വേണം. അതുകൊണ്ട് ഫിഷ് ഇത്തിരി ഹാർഡായിരുന്നു ഞാനത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക, അതിനെ വല്ലാണ്ട് ക്രഷ് ചെയ്ത് കളയാതെ. ഇത് ആക്ച്വലി ഇത് ഓൾറെഡി കട്ട് പീസസ് ആയിട്ടാണ് അവൈലബിൾ ആവുന്നത്. സോ നമുക്കിതിനെ നമ്മുടെ ഒരു പ്രിഫറൻസിനനുസരിച്ച് ഞാൻ ആ ഒരു 1 പീസിനെ ഹാഫാക്കി മുറിക്കുകയാണ് ചെയ്തത്, ബിക്കോസ് അത് ഒത്തിരി വലുതായി തോന്നിയുണ്ട്. ആൻഡ് ദെൻ ഞാൻ അതിനകത്ത് ഫിഷിനെ കുറച്ച് നേരം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ഫോർ മേ ബി 15 or 20 minutes. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കി നമ്മുടെ കാര്യങ്ങൾ മസാലയൊക്കെ റെഡിയാക്കി വെക്കാമല്ലോ. സോ വളരെ സിമ്പിൾ മാരിനേഷനാണ്. യു ജസ്റ്റ് നീഡ് സം ടേമറിക് ആൻഡ് സോൾട്ട്, ദാറ്റ്സ് ഇറ്റ്. അത് 2 സൈഡും നന്നായിട്ട് പുരട്ടിയിട്ട് അതവിടെ മാറ്റി വെക്കുക. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ റഫായിട്ട് ചോപ്പ് ചെയ്ത അനിയൻ നമ്മൾ ആദ്യം മിക്സറിൽ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം അതൊരു പേസ്റ്റ് രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ക്രഷ്ഡ് രീതിയിലും ബ്ലെൻഡ് ചെയ്യാം. 2 രീതിയും ഇസ് ഓക്കെ. ബോത്ത് ഓപ്ഷൻസ് ആർ ഫൈൻ. സോ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, അനിയൻ പേസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആക്കി ചെയ്തു. ആൻഡ് നെക്സ്റ്റ് തിങ് നമുക്ക് ഗ്രൈൻഡ് ചെയ്യേണ്ടത് നമ്മുടെ ജിഞ്ചർ ഗാർലിക്കാണ്. സോ ഞാൻ ജിഞ്ചർ ഗാർലിക് വേണമെങ്കിൽ നമുക്ക് രണ്ടും കൂടിയിട്ട്, ജിഞ്ചർ ഗാർലിക് ആൻഡ് അനിയൻ എല്ലാം കൂടി ഒരു പേസ്റ്റ് ആക്കിയിട്ടും ഇടാം. ബട്ട് അത് അനിയൻ ഇത്തിരി കൂടുതലുണ്ടായിരുന്നുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് ആക്കി അത് പേസ്റ്റാക്കി വെച്ചു. സോ ഇനി ഇതിലൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുകയാണെങ്കിൽ പൊട്ടാറ്റോസ്. നിങ്ങൾക്കത് കാണുമ്പോൾ ഭയങ്കര വിയേർഡായിട്ട് തോന്നും, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ വിയേർഡായിട്ട് തോന്നുമെങ്കിലും ദിസ് ഈസ് എ വെരി ഗുഡ് കോമ്പിനേഷൻ. എസ്പെഷ്യലി ഈ ഒരു റെസിപ്പിയിൽ, ഞാൻ എല്ലാ റെസിപ്പിയിലും ഫിഷിൻ്റെ കൂടെ പൊട്ടാറ്റോ ഇടണമെന്ന് പറയില്ല, ഇതൊരു ബംഗാളി റെസിപ്പിയാണ്. സോ ബേസിക്കലി അതാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഫിഷ് ഞാൻ ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്യുകയാണ്. ജസ്റ്റ് നമ്മൾ ഫിഷ് ഡീപ്പ് ഫ്രൈ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ജസ്റ്റ് നമ്മൾ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്താൽ മതി. ബിക്കോസ് ഈ ഫിഷ് നമ്മൾ കറിയിലിടുമ്പോഴത്തേനും ഉടഞ്ഞു പോവാതിരിക്കാനാണ്, അല്ലെങ്കിൽ പൊട്ടി അതിൽ മിക്സ് ആവാതിരിക്കാനാണ്, നമ്മൾ കുറച്ച് അതിനെ സെക്യൂർ ആക്കാനാണ് നമ്മൾ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്ത് വെക്കുന്നത്. സോ ഞാൻ ഈ ഫുൾ ഹോൾ പ്രോസസ്സ് ഞാൻ ചെയ്യുന്നത് മസ്റ്റേർഡ് ഓയിലാണ്. ഇഫ് യു ഹാവ് മസ്റ്റേർഡ് ഓയിൽ, നിങ്ങൾക്ക് മസ്റ്റേർഡ് ഓയിൽ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ഞാൻ അപ്പോൾ കുറച്ച് മസ്റ്റേർഡ് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയ അനിയൻ പേസ്റ്റ് ഇട്ടു. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ ഓണിയൻ പേസ്റ്റും ജിഞ്ചർ ഗാർലിക്കും ഒരുമിച്ചിട്ടിട്ടാണ് ഞാൻ സോട്ടേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത്തിരി ഫ്ലെയിം കൂടിപ്പോയി, അതുകൊണ്ടാണ് ഇത്തിരി പുക കാണുന്നത്. സോ നമ്മുടെ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഞാൻ ഇതെടുത്ത് വേറൊരു പ്ലേറ്റിൽ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് അതേ ഓയിലിലാണ് നമ്മൾ ഈ പൊട്ടാറ്റോസും കുറച്ചൊന്ന്
നമ്മൾ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്യുകയാണ്. ഫ്രൈ ഇൻ ദ സെൻസ് ഫോർ ദ സെയിം റീസൺ, പൊട്ടാറ്റോ ഉടഞ്ഞ് ഇതാവണ്ട എന്നുള്ളൊരു പേർപ്പസാണ് നമ്മുടെ ആ ഓയിലിൽ. ജസ്റ്റ് പൊട്ടാറ്റോ ഈ ഒരു സൈസിൽ റഫായിട്ട് മുറിച്ചാൽ മതി. ഇത് കുഞ്ഞ് ബേബി പൊട്ടാറ്റോസ് ആയതുകൊണ്ട് എനിക്ക് ജസ്റ്റ് അതിനെ ഹാഫായിട്ട് മുറിക്കേണ്ട ആവശ്യമേ വന്നുള്ളൂ. പിന്നെ ബേബി പൊട്ടാറ്റോസിൻ്റെ സ്കിന്ന് വളരെ തിൻ സ്കിന്നായതുകൊണ്ടാണ് ഞാൻ സ്കിന്നും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കാരണം നോർമൽ പൊട്ടാറ്റോസിന് നല്ല തിക്ക് സ്കിൻ, അത് ഞാൻ ഒഴിവാക്കും. ഈ സ്കിന്ന് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. സോയ നമ്മുടെ പേസ്റ്റ് ഓൾറെഡി റെഡിയായി. നമ്മൾ എണ്ണയിലിട്ടിട്ട് ഞാൻ അതിനകത്ത് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഹാഫ് സ്പൂൺ ഓഫ് ചില്ലി പൗഡർ, ഒരു 2-3 സ്പൂൺസ് ഓഫ് ടേമറിക് പൗഡർ ആൻഡ് 1 ഹോൾ സ്പൂൺ ഓഫ് ക്യുമിൻ പൗഡർ. ഇതാണ് 3 സ്പൈസസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ നന്നായിട്ട് അതിൽ മിക്സ് ചെയ്യുകയാണ് വേണ്ടത്. ബിക്കോസ് ഇത് നന്നായിട്ട് ആ മസാല കുക്കാവണം. ആക്ച്വലി നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്യാതെ അതിനെ നന്നായിട്ട് കുക്ക് ചെയ്യണം ആ ഒരു പേസ്റ്റിൽ. ആൻഡ് ദെൻ വി ആഡ് ഇൻ സം റഫ്ലി ചോപ്ഡ് ടൊമാറ്റോസ് ഈസ് ഓൾസോ വെരി കീ ഇൻഗ്രീഡിയൻറ്റ് ഇൻ ദിസ് റെസിപ്പി. കാരണം ഈ കറിയുടെ ആ ഒരു ചെറിയ ടാങ്കിനെസ്, ആ ഒരു പുളിപ്പ് വരുന്നത് ഈ ഒരു ടൊമാറ്റോ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഒരു വലിയ ടൊമാറ്റോ ആണെങ്കിൽ ഒരു ഫുൾ ടൊമാറ്റോ പ്ലസ് ഒരു ഹാഫ് ടൊമാറ്റോ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ കണ്ടോ, നമ്മൾ മസാല ഇങ്ങനെ നമ്മൾ സോട്ടേ ചെയ്തിട്ട് അതൊരു നല്ല ഡാർക്ക് കളറിലേക്ക് ആവുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ മിക്സ് ചെയ്യുക. ദാറ്റ്സ് വെൻ ഐ റിയലൈസ് ഞാൻ പച്ചമുളക് ഇടാൻ മറന്നു എന്നുള്ളത്. സോ ഞാനൊരു 2-3 പച്ചമുളക് ഇട്ടു. ആൻഡ് ദെൻ ഐ ആം ആഡിങ് വെള്ളമൊക്കെ ഒഴിച്ച് അത് തിളച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ഫിഷ് ആഡ് ചെയ്യുന്നത്. കാരണം ഫിഷിന് ഇനി അധികം കുക്ക് ചെയ്യാനുള്ള ടൈം കൊടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഓൾറെഡി അത് ഹാഫ് കുക്ക്ഡാണ്. ബിക്കോസ് വി ഫ്രൈഡ് ദ ഫിഷ് ബിഫോർ. സോ ആ ഫിഷിൽ നിന്ന് ഓൾറെഡി ഇറങ്ങി വന്ന അതിൻ്റെ ആ ഫാറ്റിൻ്റെ എണ്ണയാണ് ഞാൻ അതിനകത്തോട്ട് തിളച്ചിടുന്നത്. ബിക്കോസ് അതാണ് അതിൻ്റെ ഒരു ഫ്ലേവർ ആ കറിക്ക് ശരിക്കും കൊടുക്കുന്നത്. നമ്മൾ ഈ ചിക്കനും മീറ്റൊക്കെ ഉണ്ടാക്കുമ്പം അതിൻ്റെ ഒരു ഫാറ്റാണല്ലോ ആ ഒരു കറിക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ കൊണ്ടുവരുന്നത്. സോ സിമിലർ വേ അതേമാതിരിയാണ് ഈ ഒരു ഫിഷിൻ്റെ ആ ഒരു ഫാറ്റ് ഓയിലാണ് അതിൻ്റെ ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യുന്നത്. അങ്ങനെ ഫിഷിൻ്റെ പീസസ് എല്ലാം ആഡ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഐ മെയ്ഡ് ഷുവർ ദാറ്റ് നമ്മുടെ കറി ഇസ് വെൽ കവേർഡ് വിത്ത് ദ ഫിഷ്. അതായത് ഫിഷ് പൊങ്ങി ഇങ്ങനെ നിൽക്കാൻ പാടില്ല, ഫിഷും കറിയും ഒരേ ലെവലിലായിരിക്കണം. ആൻഡ് ദെൻ കുറച്ച് നേരം ഒരു 2 മിനിറ്റ്സിന് ഞാനത് അടച്ച് ഒന്ന് ചെറുതായിട്ട് സിമ്മിൽ ബോയിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. മീൻ വൈൽ ഞാൻ റൈസ് ഉണ്ടാക്കുകയാണ്. റൈസൊന്നുമില്ല, പ്ലെയിൻ റൈസ് മാത്രമാണ്. പ്ലെയിൻ റൈസും ചൂട് ഈ ഫിഷ് കറിയാണ് എൻ്റെ ഫേവറേറ്റ്. ഇതിൻ്റെ കൂടെ നമ്മളൊരു അഡീഷണൽ എന്താ പറയുക, ഒരു കൂട്ട് സബ്ജി പോലെ ഉണ്ടാക്കും. പക്ഷേ ഞാൻ കോളേജ് കഴിഞ്ഞ് നേരെ വരുന്ന വഴിയാണ് ഈ ഫിഷ് മേടിച്ചിട്ട് വരുന്നത്. ഈ കറി ഉണ്ടാക്കാനുള്ള സ്വപ്നം മാത്രം തലയിലിട്ടിട്ട്. സോ ഞാൻ വന്നതും നല്ല ടയേർഡായിരുന്നു. പക്ഷേ ഇത് എന്തായാലും ഉണ്ടാക്കിയേ പറ്റൂ എന്നുള്ളൊരു വാശിയിൽ അങ്ങോട്ട് വന്ന പാടെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് ഉണ്ടാക്കി. സോ കുക്കറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ചോറൊക്കെ വിതിൻ മിനിറ്റ്സ് നമുക്ക് പെട്ടെന്ന് റെഡിയായി. അപ്പം നല്ല പുക പോകുന്ന ചൂട് ചോറും. പിന്നെ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന സോണ മസൂരിയുടെ റൈസാട്ടോ. അതാവുമ്പോൾ എനിക്ക് വേറെ പല ഫ്രൈഡ് റൈസിനും എല്ലാ വിധത്തിലുള്ള റൈസിനും എനിക്ക് കിട്ടുമല്ലോ. സോ കറി സെർവ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ വായിൽ കപ്പലോടുമായിരുന്നു. ലിറ്ററലി ഇതിനോട് എനിക്കൊരു സെൻറ്റിമെൻറ്റ്സും ചൈൽഡ്ഹുഡ് ഒരു അറ്റാച്ച്മെൻറ്റ് ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല. ഐ ജസ്റ്റ് ലവ് ദിസ് റെസിപ്പി ലൈക്ക് എനിത്തിങ് ദാറ്റ്. ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടും ഇത് ട്രൈ ചെയ്തിട്ട് ഷീ ഓൾസോ ലവ്ഡ് ഇറ്റ്. ആക്ച്വലി ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഈ വിഷ്വൽസൊക്കെ ഞാൻ വീണ്ടും കാണുന്നത്, വിച്ച് ഐ തോട്ട് കുറച്ച് ഓവറാണെങ്കിൽ ഇരിക്കട്ടെ. ബിക്കോസ് ദാറ്റ്സ് മൈ ആക്ച്വൽ റിയാക്ഷൻ ടു ദ റെസിപ്പി. സോ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് comment ചെയ്യണം if you liked it. So see you in my next vlog. Until then, bye bye.